സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സഹദേവനാണെങ്കിൽ അനിരുദ്ധിനെയും വരുണിനെയും കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് സുമിത്രയും മാനസയും തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം മാനസയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൺമണിയുടെ കഴുത്തി കിടക്കുന്ന താലിമാല പൊട്ടിച്ചെടുക്കുക എന്നത്. അതാണെങ്കിൽ സുമിത്ര മേഡം മണിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയും കൊണ്ട് ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ആ താലി മിക്കവാറും ഏതെങ്കിലും കുളത്തിലോ ആറ്റിലോ എറിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വരുണാണെങ്കിൽ പറയുന്നു, ഇനി അടുത്തത് കൃഷ്ണൻ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണം. അതെല്ലാം കേട്ടിട്ട് അനിരുദ്ധ് പറയുന്നു, സുമിത്ര മേഡത്തിനോടൊരു കാര്യം പറഞ്ഞേരെ, കൃഷ്ണനെയും കൺമണിയും ദ്രോഹിക്കാനായിട്ട് പിന്നാലെ നടക്കണ്ട. അങ്ങനെ ദ്രോഹിക്കാൻ നടക്കുന്നവർക്ക് നല്ല തിരിച്ചടി കിട്ടത്തേ ഉള്ളൂ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക. അപ്പോൾ സഹദേവനാണെങ്കിൽ ഞെട്ടി നിൽക്കുന്ന സമയത്ത് വരുൺ ചോദിക്കുന്നു, താൻ എവിടുത്തെ പോലീസാണടോ? തന്നെപ്പോലെ ഒരു പേടിത്തൊണ്ടൻ ഈ ലോകത്ത് വേറെ കാണില്ല. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കുടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിന് തടസ്സവും പറഞ്ഞ് വന്നേക്കും. പതിവ് പോലെ നമ്മുടെ അനിരുദ്ധും വരുണും തമ്മി ഉടക്കിലാവുന്നു. അതേസമയം നമ്മുടെ ദേവ്ജി ആണെങ്കിൽ കേണൽ സാറിൻ്റെ വീട്ടിൽ വരുന്നു. കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൺമണിയെ കണ്ട് ആശ്വസിപ്പിക്കുന്നു. കരീം സാഹിബും കൺമണിയും കൃഷിനെയും സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ് ആണെങ്കിൽ ഒറ്റയ്ക്ക് കുന്നു കയറി മണിയനെ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് കരീം സാഹിബ് പറയുന്നു, കൃഷ് എന്തൊക്കെ പറഞ്ഞാലും ഞാനും എൻ്റെ കൂട്ടരും കൂടെ തന്നെ ഉണ്ടാകും. ഒറ്റയ്ക്ക് എന്തായാലും കൃഷിനെ മല കയറ്റാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തോടെ അവർ പോകുന്നു. നമ്മുടെ മണിയൻ്റെ ഭാര്യയായിട്ടുള്ള വാസുകിയുണ്ട്. കാരണം മണിയനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ പോകുന്നത്. അയാൾ എവിടെയായിരിക്കും പതുങ്ങിയിരിക്കുന്നതെന്നുള്ള കാര്യം ഒരല്പമൊക്കെ ഊഹമുണ്ട് നമ്മുടെ വാസുകിക്കും. അങ്ങനെ പോകാൻ നേരത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്ന കൺമണിയോട് കൃഷി പറയുന്നു, നീ വിഷമിക്കണ്ട, എന്തായാലും നമ്മുടെ ജീവിതം അകറ്റാൻ വന്നവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവൻ പൊട്ടിച്ചെടുത്ത താലിയും കൊണ്ട് ഞാൻ തിരികെ വരൂ, അത് നിൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നിരിക്കും എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. കൃഷിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും കൺമണിക്ക് സമാധാനം ആകുന്നുണ്ടെങ്കിലും മണിയനെക്കുറിച്ച് ഓർത്ത് പേടിയാകുന്നു. അവനെ സൂക്ഷിക്കണം, അവൻ പക്ക ഒരു ക്രിമിനലാണ്, അതുകൊണ്ട് സാറ് സൂക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലെന്നും എന്നോടൊപ്പം കരീം സാഹിബും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, പേടിക്കേണ്ടെന്നൊക്കെ കൺമണിക്ക് ഒരു സമാധാന വാക്കൊക്കെ പറഞ്ഞ് കൃഷിയും കൂട്ടരും പോകുന്നുണ്ട്. അങ്ങനെ കൃഷിയും കൂട്ടരും പോയതിന് ശേഷം നമ്മുടെ സാഗറാണെങ്കിൽ കൺമണിയെ വിളിക്കുന്നു. കാരണം കൃഷിനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. അടുത്തുണ്ടോ ഒന്ന് ഫോൺ കൊടുക്കാനൊക്കെ പറയുമ്പം എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കൺമണി. അപ്പോൾ കൺമണി നടന്ന കാര്യങ്ങളൊക്കെ സാഗറിനോട് പറയുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കാം. എന്തായാലും മണിയനെ തിരക്കി അവർ ചെല്ലുമ്പോഴത്തേക്കും കാട്ടിനുള്ളിൽ പേടിച്ച് വരണ്ട് പതുങ്ങിയിരിക്കുന്ന മണിയനെ കാണാനാകും. അങ്ങനെ മണിയനെ കൈയോടെ പൊക്കുന്ന കൃഷി ചെയ്തതിനെല്ലാം കണക്ക് ചോദിച്ച് തന്നെ കൊടുക്കും.